ഹായ് വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കെ എസ് ആർ ടി സി നവംബർ മാസം 4th വീക്ക്, അതായത് നെക്സ്റ്റ് സൺഡേ, വരുന്ന സൺഡേ മുതൽ 1 വീക്കിലത്തേക്ക് ചാർട്ട് ചെയ്തിരിക്കുന്ന ഏതൊക്കെ ട്രിപ്സ് ആണെന്നാണ് നോക്കുന്നത്. നവംബർ 24 മുതൽ നവംബർ 30 വരെയുള്ള ഒരു വീക്കാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഡിസംബറിലെ സ്കെഡ്യൂൾസ് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യാം. ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ച്, സമയം കിട്ടുന്നതനുസരിച്ച് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് നവംബർ 24th മുതൽ നവംബർ 30th വരെ നെക്സ്റ്റ് 1 വീക്കിലെ ഇൻഫർമേഷൻ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വരുന്ന വീക്കെൻഡിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ട്രിപ്സ് ചാർട്ട് ചെയ്യണം എന്നുള്ളവർക്ക് ഈ ഒരു ചാർട്ട് നോക്കിയിട്ട് ഏതൊക്കെ ട്രിപ്പാണ് ചാർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. നമുക്ക് ഓരോ ദിവസമായിട്ട് നോക്കാം. നവംബർ 24th അടൂർ ഡിപ്പോയിൽ നിന്ന് തെന്മല പാക്കേജ് ഉണ്ട്. ഈ ഓരോ പാക്കേജിനും നേരെ ലാസ്റ്റിൽ വിളിക്കേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ, ഇതിൻ്റെ ഐറ്റിനറി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്, ഇതിൻ്റെ പാക്കേജ് റേറ്റ് എത്രയാണ്, എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ അടൂർ തെന്മല പാക്കേജ് നവംബർ 24th ആണ്. 24th ബാക്കിയുള്ള പാക്കേജുകൾ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഡിപ്പോയിൽ നിന്ന് ചതുരക്കപ്പാറ പാക്കേജ് ഉണ്ട് 24th. ചടയമംഗലത്തിന് സി കുട്ടനാട് ആലപ്പുഴ പാക്കേജ് ഉണ്ട്. ചടയമംഗലത്ത് നിന്ന് തന്നെ ഗുരുവായൂർ പാക്കേജ് 24th. ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് 24th ചാർട്ട് ചെയ്തിട്ടുണ്ട്. ചാത്തന്നൂരിൽ നിന്ന് ഒരു പിൽഗ്രിം പാക്കേജ് ഉണ്ട്. ചെങ്ങന്നൂരിൽ നിന്ന് ഒരു വയനാട് പാക്കേജ് 24th. ചേർത്തല ഡിപ്പോയിൽ നിന്നൊരു മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. ചിറ്റൂർ ഡിപ്പോയിൽ നിന്നൊരു നെല്ലിയാമ്പതി പാക്കേജ് ഉണ്ട്. എടത്തുവ ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്ന് ചതുരക്കപ്പാറ പാക്കേജ് ഉണ്ട്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ് ഉണ്ട്. എരുമേലിയിൽ നിന്ന് രാമക്കൽമേട് പാക്കേജ്. ഹരിപ്പാട് ഡിപ്പോയിൽ നിന്ന് ഇല്ലിക്കൽ കല്ല് പാക്കേജ്. ഹരിപ്പാടിൽ നിന്ന് തന്നെ ഒരു പൊന്മുടി പാക്കേജ്. കൽപ്പറ്റയിൽ നിന്ന് മൈസൂർ പാക്കേജ്. കൽപ്പറ്റയിൽ നിന്ന് ഒരു പൈതൽമല പാക്കേജ്. കണ്ണൂർ ഡിപ്പോയിൽ നിന്നൊരു വയനാട് പാക്കേജ് ഉണ്ട്. കണ്ണൂരിൽ നിന്ന് തന്നെ ഒരു പൈതൽമല പാക്കേജ് ഉണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്ന് വാഗമൺ പാക്കേജ്. കാട്ടാക്കട ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ്. കായംകുളം ഡിപ്പോയിൽ നിന്ന് ഇലവീഴാപ്പുഞ്ചിറ പാക്കേജ്. കൊടുങ്ങല്ലൂർ ഡിപ്പോയിൽ നിന്ന് സൈലന്റ് വാലി പാക്കേജ്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് റോസ്മല പാക്കേജ്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സഫാരി പാക്കേജ്. കോട്ടയം ഡിപ്പോയിൽ നിന്ന് ചതുരക്കപ്പാറ. കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ജാനകിക്കാട്. കോഴിക്കോട് നിന്ന് നെല്ലിയാമ്പതി. മലപ്പുറം ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ. മാനന്തവാടി ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സഫാരി. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് റോസ്മല പാക്കേജ്. മൂലമറ്റം ഡിപ്പോയിൽ നിന്ന് നെഫർട്ടിറ്റി പാക്കേജ്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ചതുരക്കപ്പാറ. നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് കന്യാകുമാരി. നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് ഒരു പൊന്മുടി പാക്കേജ്. നിലമ്പൂരിൽ നിന്ന് ഗവി പാക്കേജ്. നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് ചതുരക്കപ്പാറ പാക്കേജ്. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് നെല്ലിയാമ്പതി പാക്കേജ്. പന്തളം ഡിപ്പോയിൽ നിന്ന് സാഗർ റാണി പാക്കേജ്. പാറശാല ഡിപ്പോയിൽ നിന്ന് അഞ്ചുരുളി പാക്കേജ്. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ഗവി പാക്കേജ്. പത്തനംതിട്ടയിൽ നിന്ന് ഒരു പിൽഗ്രിം പാക്കേജ്. പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് മൂന്നാർ പാക്കേജ്. പിറവൻ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം പാക്കേജ്. പൊൻകുന്നം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം പാക്കേജ്. പൊന്നാനി ഡിപ്പോയിൽ നിന്ന് ഒരു നെല്ലിയാമ്പതി പാക്കേജ്. പുനലൂർ ഡിപ്പോയിൽ നിന്ന് കന്യാകുമാരി പാക്കേജ്. സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സഫാരി പാക്കേജ്. താമരശ്ശേരി ഡിപ്പോയിൽ നിന്ന് ഒരു ജാനകിക്കാട് പാക്കേജ്. തിരുവല്ല ഡിപ്പോയിൽ നിന്ന് ഒരു നെഫർട്ടിറ്റി പാക്കേജ് ഉണ്ട്. തിരുവല്ലയിൽ നിന്ന് ഒരു സി അഷ്ടമുടി പാക്കേജ് ഉണ്ട്. തൊടുപുഴ ഡിപ്പോയിൽ നിന്ന് ഗവി പാക്കേജ് ഉണ്ട്. തൃശ്ശൂർ ഡിപ്പോയിൽ നിന്ന് സി കുട്ടനാട് പാക്കേജ് ഉണ്ട്. ട്രിവാൻഡ്രം സിറ്റിയിലെ സിറ്റി റൈഡ് ഡബിൾ ഡക്കർ പാക്കേജ് ഉണ്ട്. വൈക്കം ഡിപ്പോയിൽ നിന്ന് ചതുരക്കപ്പാറ പാക്കേജ് ഉണ്ട്. വെള്ളനാട് ഡിപ്പോയിൽ നിന്ന് പൊന്മുടി പാക്കേജ് ഉണ്ട്. വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്ന് പൊന്മുടി പാക്കേജ് ഉണ്ട്. ഇത്രയാണ് 24th. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. അപ്പം നിങ്ങൾ ആ ഓരോ ട്രിപ്പിനും നേരെയുള്ള കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിക്കുക. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ ട്രിപ്പിനെ കുറിച്ച് കിട്ടും. ഇത്രയാണ് 24th. 25th നോക്കുകയാണെങ്കിൽ 25th നവംബർ ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്ന് ചതുരക്കപ്പാറ പാക്കേജ് ഉണ്ട്. ചാത്തന്നൂർ ഡിപ്പോയിൽ നിന്ന് ഗവി പാക്കേജ്. ചെങ്ങന്നൂരിൽ നിന്ന് ഗവി പാക്കേജ്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് മൂന്നാർ സൈറ്റ് സീയിങ് പാക്കേജ്. പന്തളത്ത് നിന്ന് ഗവി പാക്കേജ്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു സിറ്റി റൈഡ് പാക്കേജ്. ഇത്രയാണ് 25th. ഇനി 26th നോക്കുകയാണെങ്കിൽ കിളിമാനൂർ ഡിപ്പോയിൽ നിന്ന് ഒരു മണ്ണാർശാല പാക്കേജ് ഉണ്ട്. മറയൂർ പാക്കേജ്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് മറയൂർ. തിരുവല്ല ഡിപ്പോയിൽ നിന്ന് ഗവി. ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോയിൽ നിന്ന് സിറ്റി റൈഡ് പാക്കേജ് ഉണ്ട്. ഇത്രയാണ് 26th. 27th നോക്കുകയാണെങ്കിൽ എറണാകുളം ഡിപ്പോയിൽ നിന്ന് ഗവി ഉണ്ട്. കൊല്ലത്തുനിന്ന് ഗവി പാക്കേജ് ഉണ്ട്. മല്ലപ്പള്ളി ഡിപ്പോയിൽ നിന്ന് ഗവി പാക്കേജ് ഉണ്ട്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്. പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് ഗവി പാക്കേജ് ഉണ്ട്. ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോയിൽ നിന്ന് സിറ്റി റൈഡ് പാക്കേജ് ഉണ്ട്, ഡബിൾ ഡക്കർ പാക്കേജ്. ഇത്രയാണ് 27th. 28th ഡിസംബർ നോക്കുകയാണെങ്കിൽ അടൂർ ഡിപ്പോയിൽ നിന്ന് ഗവി ഉണ്ട്.
ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്ന് ഗവിയുണ്ട്. കൽപ്പറ്റ ഡിപ്പോയിൽ നിന്ന് കണ്ണൂർ പാക്കേജ് ഉണ്ട്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് മൂന്നാർ സൈറ്റ് സീയിങ് പാക്കേജ് ഉണ്ട്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് സിറ്റി റൈഡ് പാക്കേജ് ഉണ്ട്. ഇനി 29th നോക്കുകയാണെങ്കിൽ അങ്കമാലി ഡിപ്പോയിൽ നിന്ന് ഗവി പാക്കേജ് ഉണ്ട്. കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് ഗവി, കാട്ടാക്കട ഡിപ്പോയിൽ നിന്ന് ഗവി പാക്കേജ് ഉണ്ട്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് നെഫർട്ടിറ്റി പാക്കേജ് ഉണ്ട്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് മറയൂർ പാക്കേജ് ഉണ്ട്. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് നെഫർട്ടിറ്റി പാക്കേജ് ഉണ്ട്. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ഗവി പാക്കേജ് ഉണ്ട്. സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സവാരി വയനാട് പാക്കേജ് ഉണ്ട്. താമരശ്ശേരി ഡിപ്പോയിൽ നിന്ന് നെല്ലിയാമ്പതി, താമരശ്ശേരി ഡിപ്പോയിൽ നിന്ന് തന്നെ ഒരു മൂന്നാർ പാക്കേജ്, ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് സിറ്റി റൈഡ് ഡബിൾ ഡക്കർ പാക്കേജ് ഉണ്ട്. ഇത്രയാണ് 29th ഇനി നവംബർ 30 സൺഡേയിൽ വരുന്നത് ആര്യങ്കാവ് നിന്ന് ഗവി പാക്കേജ് ഉണ്ട് 30-ാം തീയതി. കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്ന് ഒരു പിൽഗ്രിം പാക്കേജ് ഉണ്ട്. കായംകുളം ഡിപ്പോയിൽ നിന്ന് ഒരു വാഗമൺ ഉണ്ട്. കായംകുളത്ത് നിന്ന് ഒരു പിൽഗ്രിം പാക്കേജ് ഉണ്ട്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് ഒരു പിൽഗ്രിം പാക്കേജ് ഉണ്ട്. കൊല്ലത്തു നിന്നൊരു റോസ്മല പാക്കേജ് ഉണ്ട്. കോഴിക്കോട് നിന്ന് മൂന്നാർ പാക്കേജ് ഉണ്ട്. മാനന്തവാടി ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സവാരി, മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് ഗവി, മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ, നിലമ്പൂർ നിന്ന് ജംഗിൾ സവാരി മൂന്നാർ പാക്കേജ്, പൊന്നാനി ഡിപ്പോയിൽ നിന്ന് ഗവി, സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സവാരി വയനാട് പാക്കേജ് ഉണ്ട്. ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോയിൽ നിന്ന് സിറ്റി റൈഡ് ഉണ്ട്. വെള്ളനാട് ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് നെക്സ്റ്റ് 1 വീക്കിൽ KSRTC വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ചേഞ്ചസ് ഉണ്ടാവാം. അപ്പം നിങ്ങൾ അതായത് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിലോ പുതിയ ട്രിപ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലോ എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ അപ്പോൾ നിങ്ങളടുത്തുള്ള തൊട്ടടുത്തുള്ള ഡിപ്പോയിൽ നിന്നുള്ള ട്രിപ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. അതിനനുസരിച്ച് ചാർട്ട് ചെയ്യാം. KSRTCയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ 2 ബെനിഫിറ്റ്സ് ആണ്. ഒന്ന് സേഫറായിട്ട് പോയിട്ട് വരാം, 2 കോസ്റ്റ് എഫക്റ്റീവായിട്ട് പോയിട്ട് വരാം. അപ്പോൾ ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ്. അപ്പോൾ ഞാൻ ഡിസംബറിലെ ടൂർ കലണ്ടർ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ടൈംലി ആയിട്ട് ലഭിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.